ഹായ്, ശ്രീലങ്ക യാത്രകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കാൻഡി എന്ന സ്ഥലത്താണ്. ശ്രീലങ്കയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഉയർന്ന പ്രദേശമായ കാൻഡി 1815 ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിലാകുന്നതിന് മുമ്പ് സിംഹള രാജാക്കന്മാരുടെ അവസാന തലസ്ഥാനമായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ നഗരം പോർച്ചുഗീസ്, ഡച്ച് കോളനിക്കാർക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ ഗംബോല രാജ്യത്തിലെ വിക്രമബാഹു മൂന്നാമൻ സ്ഥാപിച്ചതും അക്കാലത്ത് സെൻഗഡഗലപുര എന്നറിയപ്പെട്ടിരുന്നതുമായ കാൻഡി സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യത്തിന് പേരുകേട്ട ഒരു സ്ഥലമാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ കാൻഡിയുടെ തന്ത്രപ്രധാനമായ സ്ഥാനവും കോളനിവൽക്കരണത്തിനെതിരായ പ്രതിരോധവും അതിന് സവിശേഷമായ ഒരു പദവി നേടിക്കൊടുത്തു. ബ്രിട്ടീഷുകാർ ഒടുവിൽ രാജ്യം പിടിച്ചടക്കിയെങ്കിലും കാൻഡിയെ അതിന്റെ സാംസ്കാരിക പൈതൃകവും ഒരു പരിധിവരെ പ്രാദേശിക ഭരണവും നിലനിർത്താൻ അനുവദിച്ചു. ഇന്ന് കാൻഡി ഊർജ്ജസ്വലമായ ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. പല രാജ്യത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന യസാല പെരഹരെ പോലുള്ള ഉത്സവങ്ങൾക്കും ശ്രീബുദ്ധന്റെ പല്ല് സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായ ദളത മാലിഗാവ പോലുള്ള ക്ഷേത്രങ്ങളിലൂടെയും ബുദ്ധമതത്തിന്റെ നിലനിൽക്കുന്ന സ്വാധീനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് കാൻഡി. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഉഷ്ണമേഖലാ തോട്ടങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം മധ്യപ്രവിശ്യയുടെ തലസ്ഥാനവും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവുമാണ്. എന്റെ ഇന്നത്തെ രാവിലത്തെ യാത്ര പിന്നവാല എന്ന സ്ഥലത്തേക്കാണ്. കാൻഡിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ഗ്രാമത്തെ ലോക പ്രശസ്തിയിൽ എത്തിച്ചത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ആനകളുടെ ഒരു സംരക്ഷണ കേന്ദ്രമാണ്. ശ്രീലങ്കയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പിന്നവാല എലഫന്റ് ഓർഫനേജ് ഉപേക്ഷിക്കപ്പെടുകയും മുറിവേൽക്കപ്പെടുകയും ചെയ്ത ആനകളുടെ ഒരു സങ്കേതമാണ്. ഈ അനാഥാലയം പ്രൗഢിയുള്ള ഈ ജീവികൾക്ക് പരിചരണവും പാർപ്പിടവും നൽകുന്നത് കൂടാതെ പൊതുജനങ്ങൾക്ക് അവയുമായി ഇടപഴകാനും അവസരം നൽകുന്നു. ഇവിടുത്തെ ആനകൾക്ക് ഭക്ഷണം നൽകുവാനും അടുത്തുള്ള ഓയ നദിയിലെ ആനകളുടെ കുളി ആസ്വദിക്കുവാനുമായി നിരവധി ശ്രീലങ്കൻ വിദേശ വിനോദസഞ്ചാരികൾ ദിവസവും ഇവിടെ സന്ദർശിക്കുന്നു. ആനകൾക്ക് ഭക്ഷണം കൊടുക്കുക, അവ കുളിക്കുന്നത് നിരീക്ഷിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മാതാപിതാക്കളെ നഷ്ടപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത ആനകൾക്ക് ഒരു സുരക്ഷിതമായ സ്ഥലമൊരുക്കാനാണ് ശ്രീലങ്കൻ വന്യജീവി സംരക്ഷണ വകുപ്പ് 1975 പിന്നവാല എലഫന്റ് ഓർഫനേജ് തുറന്നത്. ആദ്യമായി 5 ആനകളുമായി ആരംഭിച്ച ഈ അനാഥാലയം പിന്നീട് 100-ലധികം ആനകളെ വിജയകരമായി വളർത്തുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വിപുലമായ ബന്ദികളായ ആന വളർത്തൽ പരിപാടികളിൽ ഒന്നായി മാറി. തുടക്കത്തിൽ ഫണ്ടിങ്ങിലും മാനേജ്മെന്റിലും അനാഥാലയം നിരവധി വെല്ലുവിളികൾ നേരിട്ടുവെങ്കിലും ക്രമേണ ഇതൊരു ടൂറിസ്റ്റ് ആകർഷണമായി ജനപ്രീതി നേടി. ഇന്ന് ഇത് ശ്രീലങ്കയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. ആനകളുടെ പ്രജനനത്തിനും മനുഷ്യനും ആനകളുമായുമുള്ള സംഘർഷം കുറയ്ക്കുന്നതിനും ഈ അനാഥാലയം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. നിലവിൽ 93 ആനകളുടെ ആവാസ കേന്ദ്രമായ പിന്നവാലയിൽ അവയുടെ പരിപാലനത്തിനായി 70ഓളം പാപ്പാന്മാരുണ്ട്. ഇവിടെ പെൺ ആനകളും കുഞ്ഞുങ്ങളും പകൽ സമയത്ത് സ്വതന്ത്രമായി വിഹരിക്കുന്നു. പ്രായപൂർത്തിയായ കൊമ്പനാനകൾ ചെറിയ ജോലികൾ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഏകദേശം 76 കിലോഗ്രാം പച്ചിലയും 2 കിലോ തവിടും ചോളവും അടങ്ങിയ ഭക്ഷണവുമാണ് ഓരോ ആനയ്ക്കും ഇവിടുത്തെ ഭക്ഷണം. യോജിച്ച പരിസ്ഥിതിയും ആരോഗ്യകരമായ പരിചരണവും കൊണ്ട് വിജയകരമായി തീർന്ന പിന്നവാലയിലെ ആന വളർത്തൽ പരിപാടി ഇന്ന് ലോകമെമ്പാടുമുള്ള മൃഗപ്രവർത്തകരുടെയും ശാസ്ത്രജ്ഞരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഏകദേശം 7500 ആനകൾ വസിക്കുന്ന ശ്രീലങ്ക ലോകത്തിലെ ഏറ്റവും വലിയ ഏഷ്യൻ ആനകളുടെ ആവാസ കേന്ദ്രമാണ്. എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ ആവാസ വ്യവസ്ഥയുടെ നാശം, മനുഷ്യരുമായുള്ള സംഘർഷം എന്നിവ ശ്രീലങ്കൻ ആനകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബന്ദികളാക്കിയ ആനകളുടെ കൂട്ടമുണ്ടെന്ന് അഭിമാനിക്കുന്ന ഈ അനാഥാലയം വളരെ ജനപ്രിയമാണ്. ആനകളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രീലങ്കയിലെ ആനകൾ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും ഈ അനാഥാലയം പൊതുജന അവബോധം വളർത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ട്.
പിന്നാവാലയിലേക്കുള്ള യാത്രക്കിടയിൽ വഴിയരികിൽ കണ്ടതാണ്. പണ്ടെങ്ങോ ഉപയോഗിച്ചിരുന്ന ട്രെയിനുകളുടെ എഞ്ചിനുകളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. റെയിൽവേ മ്യൂസിയം എന്ന ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തകർന്ന വേലികൾ ഉള്ള ഒരു കോമ്പൗണ്ടിൽ ഇവയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയൊക്കെ സന്ദർശിക്കാൻ ആരെങ്കിലും വരുന്ന ലക്ഷണമൊന്നും ഇവിടെ കാണാനില്ല. ഒരു കാലത്ത് ധാരാളം വിദേശികളെയും സ്വദേശികളെയും വഹിച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്ന ആ നാളുകളുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാകാം ഇവയൊക്കെ ഇവിടെ കിടക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ദ ടൂത്ത് എന്നറിയപ്പെടുന്ന ശ്രീ ദളത പെരാഹാര ഘോഷയാത്രയ്ക്ക് കാൻഡി പ്രസിദ്ധമാണ്. കാൻഡിയിലെ ശ്രീ ദളത മാലികാവ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പവിത്രമായി ആരാധിക്കുന്ന ശ്രീബുദ്ധന്റെ പല്ലിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനാണ് ഈ ചരിത്രപരമായ ഘോഷയാത്ര നടത്തുന്നത്. ശ്രീലങ്കയുടെ തനതായ പ്രതീകമായി ഘോഷയാത്രയിൽ അതുല്യമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള പരമ്പരാഗത പ്രാദേശിക നൃത്തങ്ങളും പ്രകടനങ്ങളും ഉൾപ്പെടുന്നു. ഈ ഉത്സവം ബുദ്ധമത ലോകത്തിലെ ഏറ്റവും പവിത്രമായ ആരാധനാലയങ്ങളിലൊന്നായ പല്ലിന്റെ തിരുശേഷിപ്പ് ക്ഷേത്രം എന്നറിയപ്പെടുന്ന ദളത മാലികാവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1988 യുനെസ്കോ ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ച ക്ഷേത്രമാണിത്. ചരിത്രപരമായി പ്രാദേശിക ബുദ്ധ ഭരണാധികാരികൾ പോർട്ടുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് കൊളോണിയൽ വ്യാപനത്തെയും അധിനിവേശത്തെയും ചെറുത്തു നിന്ന പ്രദേശമായിരുന്നു കാൻഡി. ഈ പല്ല് കൈവശമുള്ളവൻ രാജ്യത്തിന്റെ ഭരണം വഹിക്കുമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നതിനാൽ പുരാതന കാലം മുതൽ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇതൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ചരിത്രപരമായി സിംഹള രാജാക്കന്മാരുടെ കൈവശമായിരുന്നു ഈ തിരുശേഷിപ്പ്. ചരിത്രമനുസരിച്ച് ഈ തിരുശേഷിപ്പ് ആദ്യം ഇന്ത്യയിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. ബുദ്ധന്റെ മരണശേഷം അത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടു. 4-ാം നൂറ്റാണ്ടിൽ ഒഡീഷയിലെ കലിംഗ രാജവംശത്തിലെ ഹേമമാല രാജകുമാരിയും രാജകുമാരനും ചേർന്ന് അധിനിവേശക്കാർ പിടിച്ചെടുക്കാതിരിക്കാനായി തിരുശേഷിപ്പ് അവരുടെ തലമുടിയിൽ ഒളിപ്പിച്ച് ശ്രീലങ്കയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ അത് വളരെ ആദരവോടെ സ്വീകരിക്കപ്പെട്ടു. ശേഷിപ്പ് പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ 1989 തീവ്രവാദികൾ ക്ഷേത്രം ആക്രമിച്ചു. 1998 വീണ്ടും തീവ്രവാദ സംഘടനയായ LTTയുടെ ആക്രമണത്തിൽ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കൊട്ടാരത്തിന്റെ മുൻവശം തകർന്നു. സമൃദ്ധിയുടെ ഒരു കാലഘട്ടത്തിന്റെ കഥകൾ വിളിച്ചോടുന്ന കാൻഡി രാജാക്കന്മാരുടെ റോയൽ പാലസ്, നാഷണൽ മ്യൂസിയം ഓഫ് കാൻഡി, ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് മ്യൂസിയം, രാജ്ഞിമാരുടെ കുളിക്കടവ് തുടങ്ങിയവയൊക്കെ ഈ സമുച്ചയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലാത്തതിനാൽ ഇന്റർനെറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ക്ലിപ്പിംഗ് ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ശ്രീലങ്കയിൽ വരുന്ന ഒരാൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് കാൻഡിയിലെ ദളത മാലികാവ ക്ഷേത്രം. ശ്രീലങ്കയുടെ മാസ്റ്റർ പീസും പവിത്രമായ കലാസൃഷ്ടിയുമായ കാൻഡിയൻ നൃത്തം കാണിക്കാതെ എൻ്റെ ഈ എപ്പിസോഡ് പൂർത്തിയാവുകയില്ല. കാൻഡിയൻ നൃത്തം ദ്വീപിന്റെ സാംസ്കാരികവും മതപരവുമായ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു പരമ്പരാഗത പ്രകടന കലയാണ്. 500 വർഷം മുമ്പുള്ള കാൻഡിയൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് വികസിപ്പിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്ത ഈ നൃത്തരൂപം മതപരമായ ചടങ്ങുകളിൽ നടത്തിയിരുന്ന ഒന്നാണ്. വിപുലമായ വേഷവിധാനങ്ങളും മുഖമൂടികളും സങ്കീർണമായ കാൽപ്പാടുകളും ചലനാത്മകമായ ഡ്രമ്മിങ്ങും കൊണ്ട് സവിശേഷമായ ഈ നൃത്തരൂപത്തിൽ പ്രതീകാത്മകമായ ആംഗ്യങ്ങൾക്കും വിപുലമായ വസ്ത്രധാരണത്തിനും ശ്രദ്ധേയമായ സ്ഥാനമുണ്ട്. കൈത്താളങ്ങൾ, തമ്പുരുക്കൾ തുടങ്ങിയ ഉപകരണങ്ങളുടെ അകമ്പടിയോടെ നടത്തപ്പെടുന്ന നൃത്തത്തിൽ മതപരമായ വഴിപാടുകളുമായും അനുഗ്രഹങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന കഥകളോ തീമുകളോ ചിത്രീകരിക്കുന്ന കൊറിയോഗ്രാഫ് ചെയ്ത സീക്വൻസുകൾ ഉൾപ്പെടുന്നു. പ്രധാനമായും സാംസ്കാരിക ഉത്സവങ്ങളിലും ചടങ്ങുകളിലും അവതരിപ്പിക്കപ്പെടുന്ന ഈ കലാസൃഷ്ടിയിൽ ചരിത്ര സംഭവങ്ങളെയോ ഐതിഹ്യങ്ങളെയോ മിത്തുകളെയോ ചിത്രീകരിക്കുന്ന വിവരണങ്ങൾ നൃത്തരൂപത്തിൽ ഉൾപ്പെടുത്തുന്നു. ദേവതകളെയോ അമാനുഷിക ശക്തികളെയോ പ്രതിനിധീകരിക്കുന്നതിന് മാസ്കുകൾ ഉപയോഗിക്കുന്നു.
കാൻഡിയൻ നൃത്ത പാരമ്പര്യത്തിന്റെ നാടകീയവും വിസ്മയിപ്പിക്കുന്നതുമായ ഒരു ഘടകമാണ് കാൻഡിയൻ ഫയർ ഡാൻസ്. അഗ്നിയെ ഒരു കേന്ദ്ര ഘടകമായി ഉപയോഗിച്ച് നടത്തുന്ന ഈ പ്രകടനത്തിൽ പരമ്പരാഗത വസ്ത്രം ധരിച്ച നർത്തകർ തീജ്വാലകൾ ഉപയോഗിച്ച് വൈദഗ്ധ്യത്തിന്റെയും ധൈര്യത്തിന്റെയും വിസ്മയിപ്പിക്കുന്ന പ്രദർശനം സൃഷ്ടിക്കുന്നു. ശുദ്ധീകരണം, ശക്തി, ദൈവിക സംരക്ഷണം എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന മതപരവും സാംസ്കാരികമായ ഉത്സവങ്ങളിൽ ഫയർ ഡാൻസ് സാധാരണയായി അവതരിപ്പിക്കപ്പെടുന്നു. ശ്രീലങ്കൻ പൈതൃകത്തിന്റെ ഊർജ്ജസ്വലമായ പ്രതീകമായി നിലകൊള്ളുന്ന കാൻഡിയൻ ഡാൻസ് ഇന്ന് പ്രാദേശികമായും അന്തർദേശികമായും ആഘോഷിക്കപ്പെടുന്ന ഒരു കലാരൂപമാണ്. ശ്രീലങ്കയിലെ ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നറിയപ്പെടുന്ന നുവാര എലിയിലേക്കാണ് എൻ്റെ അടുത്ത യാത്ര. ബ്രിട്ടീഷ് സ്വാധീനത്തെ വിളിച്ചോതുന്ന കൺട്രി കോട്ടേജുകൾ നിറഞ്ഞ ഈ പ്രദേശത്തിന്റെ അടുത്താണ് രാമായണ കഥയിലെ രാവണന്റെ രാജ്യമായിരുന്ന അശോകവടി സ്ഥിതി ചെയ്യുന്നത്. ഇതിഹാസപരമായ സ്ഥലങ്ങളുടെയൊക്കെ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ.